തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ബൗൺസർമാരെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി മാതൃഭൂമി ന്യൂസ് നൽകിയതാണ്. വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് പോലീസിനെ നിയോഗിക്കാതെ, വോളണ്ടിയർമാരെ നിയോഗിക്കാതെ ബൗൺസർമാരെ നിയോഗിച്ചത്? എന്തടിസ്ഥാനത്തിലാണ്, എന്തുദ്ദേശത്തിലാണ് എന്ന ചോദ്യമാണ് ഉയർന്നത്. ആ ചോദ്യം ഇപ്പോൾ ഹൈക്കോടതി കൂടി ഉന്നയിക്കുന്നു. സംഭവത്തിൽ വലിയ അതൃപ്തിയാണ് ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ ബൗൺസർമാരെ നിയോഗിച്ചത് എന്ന് കോടതി ചോദിച്ചു. വിഷയത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി വിശദീകരണവും തേടി. ബിനിലുണ്ട്. ബിനിൽ, വിവരങ്ങൾ. കോടതി എത്രത്തോളം ഗൗരവത്തിൽ വിഷയത്തെ എടുത്തു? രതീഷ്, തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിനാണ് ബൗൺസർമാരെ ക്ഷേത്രത്തിനുള്ളിൽ നിയോഗിച്ചത്. അതായത് ഈ ക്യൂ നിയന്ത്രിക്കുക, ഭക്തർ ഈ ആനയുടെ പരിസരത്തേക്ക് പോകുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ക്ഷേത്ര വളപ്പിനകത്ത് തന്നെ ബൗൺസർമാരെ നിയോഗിക്കുകയായിരുന്നു. ഈ ബൗൺസേഴ്സ് എന്ന എഴുതിയ ടീഷർട്ടുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവർ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നത്. അതിൽ ഭക്തരടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നത്. ഈ വിഷയത്തെ കോടതി കടുത്ത അതൃപ്തിയോടുകൂടി തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഇന്ന് ഈ ഹർജി കോടതിയുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ ഈ ബൗൺസർമാരെ നിയോഗിച്ചത് എന്ന ചോദ്യമാണ് ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത് വേണ്ടിയിരുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിരിക്കുകയാണ്. അടുത്ത ദിവസം ഈ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അപ്പോൾ ദേവസ്വം ബോർഡിനെ വിശദീകരിക്കേണ്ടി വരും എന്തുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് ഉത്സവ സമയത്ത് ബൗൺസർമാരെ നിയോഗിച്ചു എന്നത്. നേരത്തെ മാതൃഭൂമി ന്യൂസാണ് ആ ദൃശ്യങ്ങൾ സഹിതം ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. മാതൃഭൂമി ന്യൂസിന്റെ വാർത്തകളടക്കമാണ് ഹർജിക്കാരനായ പ്രകാശൻ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിച്ചത്. അത് പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ കടുത്ത അതൃപ്തി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്ന വിശദീകരണം എന്നത് പോലീസിന്റെ ലഭ്യത കുറവുണ്ടായിരുന്നു എന്നതാണ് അവർ പറയുന്നത്. ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് പോലീസിന്റെ കുറവുണ്ടായിരുന്നു ക്ഷേത്രത്തിനകത്ത്. അതുകൊണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബൗൺസർമാരെ നിയോഗിക്കേണ്ടി വന്നു എന്ന രീതിയിലുള്ള വിശദീകരണമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ളത്.